بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിന്റെ വിധിവിലക്കുകളും അഹ്കാമുകളും യഥാവിധി അറിയാനും പഠിക്കാനും മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച് നിർത്തിയത് കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ ഭാഗമാണ്. അതിലേക്ക് എത്തിയിട്ടുള്ളത് ഉപജീവന മാർഗം വിശാലമാകാൻ അള്ളാഹു നിശ്ചയിച്ച സബബുകളെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ചർച്ച കയറി വന്നിട്ടുള്ളത്. നമ്മൾ അവസാനം പറഞ്ഞ് നിർത്തിയത്, ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങൾ കൂടുമ്പോൾ ഇമ്പമുണ്ടാവുക എന്നിടത്ത് നിന്ന് മാറി കൂടുമ്പോൾ ഭൂകമ്പമുണ്ടാവുക എന്നിടത്തേക്ക് വന്നതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതിലെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു, ഈ ഫെമിനിസ ചിന്താഗതിയുടെ അപക്വമായ ഇടപെടലാണ്. അത് ഇന്നത്തെ കാലത്ത് വ്യാപകമാണ്. ഈ ഫെമിനിസം എന്ന ഒരു ചിന്താഗതി സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു ഫെമിനിസം. പക്ഷെ അവർ പ്രവർത്തിക്കുന്നത് മുഴുവനും സ്ത്രീകളുടെ നാശത്തിന് വേണ്ടിയാണ്. അതൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പരസ്യ കമ്പനി ഒരു ആണിനെയും പെണ്ണിനെയും വെച്ച് പരസ്യം എടുക്കുകയാണ് എങ്കിൽ ആ ആണിന്റെ വേഷം എങ്ങനെയുള്ളതായിരിക്കും? ഏറ്റവും മാന്യമായ വേഷമായിരിക്കും. എന്നാൽ അതിൽ അഭിനയിക്കുന്ന പെണ്ണിന്റെ വേഷം ഏറ്റവും മോശമായ വേഷമായിരിക്കും. ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ വെളിവാക്കാൻ കഴിയുമോ അത്രയും വെളിവാക്കിക്കൊണ്ട് വേണം അതെടുക്കാൻ. അതങ്ങനെ വെളിവാക്കിയില്ല എങ്കിൽ അവർ പുരോഗമന ചിന്താഗതിക്കാരല്ല. അവര് എന്താണ്, പൗരാണിക കാലഘട്ടത്തെ 6-ാം നൂറ്റാണ്ടിന്റെ അടിമകളാണ് എന്ന് പറയും. ബന്ധങ്ങൾ തകരുന്നതിൽ ഇവർക്കുള്ള പങ്കെന്ന് വെച്ചാല്, കുടുംബ ബന്ധങ്ങൾ, അത് പല കുടുംബങ്ങളും പ്രശ്നങ്ങളിലാണ്. കുടുംബങ്ങളിലൂടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. അതെല്ലാം ഉണ്ട്. ഞാൻ അതിനൊന്നും നിസ്സാരവൽക്കരിക്കുന്നില്ല. പക്ഷെ അതിന്റെ കാരണങ്ങളാണ് കണ്ടെത്തേണ്ടത്. ബന്ധങ്ങൾ അതിൽ തകർക്കുകയല്ല വേണ്ടത്. രണ്ടാമത്തേത്, ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ലിവിങ് ടുഗദർ സിസ്റ്റം അത് വല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലിവിങ് ടുഗദർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനും ആണിനും പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരുമിച്ച് ജീവിക്കുന്നതിന് തടസ്സമില്ല. നിയമപരമായി അവർ വിവാഹം കഴിക്കണമെന്നില്ല. എപ്പോൾ വേണമെങ്കിലും അവർക്ക് പിരിഞ്ഞു പോകാം. ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ സംവിധാനം അതാ. ഒരു പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളൊക്കെ മലപ്പുറം ജില്ലയിലുള്ള ആളുകളൊക്കെ പിന്നെയും ആ വിഷയങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നവരാണെന്ന്. അല്ല, ഇന്ന് ഈ വിഷയത്തിന് വേണ്ടി പരസ്പരം ആണിനെയും പെണ്ണിനെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാം മൊബൈൽ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്പുകൾ എത്ര എണ്ണം? എൻ്റെ മൊബൈൽ ഒന്ന് തുറന്നാൽ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ
ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ, ഫേസ്ബുക്കോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ എത്രയോ ആപ്പുകളാണ്. മുമ്പ് നമ്മുടെയൊക്കെ ഒരു ചെറു പ്രായങ്ങളിലൊക്കെ ഒരു ആണ് പെണ്ണിനെ കണ്ട് മിണ്ടുക എന്നുള്ളത് വലിയ അപരാധമായി കണ്ടിരുന്ന കാലഘട്ടമാണ്. വലിയ കുറ്റാണ്. ആ ആണും പെണ്ണും മിണ്ടി, അത് വലിയ ചർച്ചയാകും. ഇന്ന് അങ്ങനെയല്ല. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ, ഒരു ആണും പെണ്ണും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ആ ആപ്പിലൂടെ യഥേഷ്ടം മലയാളികളായ പെൺകുട്ടികളെ ഒരു ആണിന് കിട്ടുകയാണ്, ആൺകുട്ടികളെ പെൺകുട്ടികൾക്കും കിട്ടുകയാണ്. അവർ തമ്മിൽ ചർച്ചയാകുകയാണ്. വീഡിയോ കോൾ, ഫോൺ, അതെല്ലാം സംവിധാനം ഈ ആപ്പിലുണ്ട്. മുടക്കേണ്ട പൈസയോ വളരെ കുറഞ്ഞ പൈസ, 5 രൂപ 10 രൂപയൊക്കെ മുടക്കിയാൽ മനസ്സിലാകും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇവർക്കുള്ള ബന്ധം നീട്ടിക്കൊണ്ടുപോകാനുള്ളതായ പെർമിഷൻ. എന്നിട്ട് ഇവർക്ക് എവിടെ വെച്ചും സംഗമിക്കാനുള്ള അവസരങ്ങൾ, അതിനൊന്നും തടസ്സമൊന്നുമില്ല. അതൊരു ഭാഗത്ത്. അതിൻ്റെയും അപ്പുറം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നമ്മളൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് ശരീരം ഉഴിച്ചിലും തടകലൊക്കെ നടത്താറുണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലേ? ഉഴിച്ചിൽ കേന്ദ്രങ്ങളൊക്കെ, എൻ്റെ ഓർമ്മയിൽ ഉഴിച്ചിൽ കേന്ദ്രം ഞാൻ ആദ്യമായിട്ട് കണ്ടത് മലപ്പുറം ജില്ലയിലാണ് പണ്ടൊക്കെ. ഉഴിച്ചിൽ കേന്ദ്രങ്ങൾ, കാരണം കളരി പഠിച്ച് കളരി നിർമ്മാണ ചികിത്സകൾ കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഈ നാട്ടിലെ കുരുക്കന്മാരുടെ ചികിത്സകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉഴിച്ചിൽ കേന്ദ്രമുള്ള ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയും പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ അവർ കൊടുത്തിരിക്കുന്ന പേര് മസാജ് സ്പാ സെന്ററുകൾ എന്നാണ്. ഒന്ന് പരിശോധിച്ച് നോക്കണം. പരസ്യമായി ശരീരം വിൽക്കാനും സമർപ്പിക്കാനുമുള്ള അവസരങ്ങളാണ് ഇതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്ന് സ്റ്റഡി ചെയ്യുകയാണ് എങ്കിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് പുറത്ത് പെൺകുട്ടികൾ വർക്ക് ചെയ്യാൻ പോകുന്നു വലിയ വലിയ ടൗണുകളിലേക്ക്. എന്താ ജോലി? അത് അവിടെ ആയുർവേദിക് ക്ലിനിക്കിലാണ്, ആയുർവേദിക്കാണ് വർക്ക്. ആയുർവേദ ചികിത്സയിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു കേന്ദ്രമുണ്ട്, ഉഴിച്ചിൽ കേന്ദ്രമുണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യണത്. പക്ഷേ ഈ വരുന്ന മെസ്സേജുകൾ, അതായത് ഇതിന്റെ പരസ്യങ്ങളുടെ എല്ലാം അടിയിൽ ഒരു ഇതുണ്ട്. അതായത് സഹകരിക്കാൻ പറ്റുന്ന സ്റ്റാഫുകൾ, ക്രോസ് മെസ്സേജ് മസാജ്, അതൊക്കെ അടിയിൽ ചോട്ടിൽ എഴുതിയിട്ടുണ്ട്. ക്രോസ് മസാജ് ഉണ്ട്, സഹകരിക്കുന്ന എല്ലാ അർത്ഥത്തിലും സഹകരിക്കുന്ന സ്റ്റാഫുകളുണ്ട്, 1 മണിക്കൂറിന് ഇത്ര രൂപ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടി വരുന്ന പോലെ സംഗതി. അപ്പൊ സെക്സ് എന്നുള്ളത് യഥേഷ്ടം നമ്മുടെ ഇവിടെ പഴയ കാലത്തെ അപേക്ഷിച്ച് ലഭ്യമായിരിക്കുകയാണ്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഒരു 1500 രൂപ മുടക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. അപ്പൊ അത്രയും ലഭ്യമായിരിക്കുന്ന ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരുമിച്ച് ജീവിക്കുക, എപ്പോഴെങ്കിലും പിരിഞ്ഞു പോവുക, ഇതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതില് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ സമുദായത്തിൽ ദീനി നിഷ്ഠയിൽ ജീവിക്കുന്ന ആളുകളെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, ആ ടീമിനെ പറ്റി ഞാൻ പറയുന്നില്ല, ആ ടീം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുമ്പോൾ അത് പല ആളുകൾക്കും വേദന ഉണ്ടാകും. ഏറ്റവും വലിയ ഇബാദത്തിന്റെ ആളുകൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ 2ാം വിവാഹം എന്ന പേരിൽ ഒരു വിവാഹം കഴിക്കുന്നുണ്ട്. 2ഓ 3ഓ 4ഓ വരെ ഇസ്ലാമിൽ വിവാഹം കഴിക്കാം. അതൊന്നും ഒരു ഐബായിട്ട് നാണം കെട്ട പരിപാടിയായിട്ട് കണ്ട, അത് നാണം കെട്ട പരിപാടിയായിട്ട് നമ്മുടെ ആൾക്കാർ കണ്ടത് കൊണ്ട് തന്നെയാണ് ഇതിലൊക്കെ ഇത്തരം വിഷയങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ആളുകളും പോയി പെടാനുള്ള കാരണം. പക്ഷെ അതിന്റെ കൃത്യമായ വിശദീകരണമുണ്ട്. എങ്ങനെയും പോയിട്ട് 3-4 പെണ്ണ് കിട്ടുക എന്നുള്ളതല്ല. അത് നമുക്ക് സമയം പോലെ ബഹുഭാര്യത്വം എന്താണെന്ന് വിശദീകരിക്കണം. ബഹുഭാര്യത്വം എന്താണെന്ന് അറിഞ്ഞാൽ ആരും ചെയ്യില്ല, അവിടേക്ക് പോവില്ല. അപ്പോ 2ാം വിവാഹം അല്ലെങ്കിൽ 3ാം വിവാഹം എന്ന പേരിൽ ചില ആളുകൾ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ ഉള്ള വ്യവസ്ഥ എന്താണെന്നറിയാമോ? വ്യവസ്ഥ ഒരു കരാർ എഴുതി മേടിക്കുക പെണ്ണിന്റെ കയ്യിൽ നിന്ന്. നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താ കരാർ എഴുതി മേടിക്കുന്നത്? എനിക്ക് എപ്പോ വേണമെങ്കിലും ഈ ബന്ധം അവസാനിപ്പിക്കാം, അതിനുള്ള കരാർ എന്ന് പറഞ്ഞാൽ
നിക്കാഹുൽ മുത്തഅത്ത്, ഒരു താൽക്കാലിക വിവാഹം. അങ്ങനെ ഒരു പരിപാടി ഇവിടെ നമ്മുടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് ഏറ്റവും വലിയ ഇബാദത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും തെറ്റായ കാര്യമാണത്. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുക, എന്നിട്ട് പറയാണ് ഞാൻ ഇത്ര മാസത്തേക്കാണ്, അല്ലെങ്കിൽ ഇത്ര കാലത്തേക്ക്, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, പോരും, അതുവരെയുള്ള ചെലവ് തരും, അതിനൊരു വിഹിതവും കൊടുക്കും, ഒരു സമ്പത്ത്, ഒരു എന്തെങ്കിലും ഒരു നിത്യ വാടകയ്ക്കുള്ള വരുമാനത്തിന്റെ മാർഗം എന്തോ, അല്ലെങ്കിൽ ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കും, എന്നിട്ട് വിവാഹം കഴിക്കുക, എന്നിട്ട് അവർ എന്ത് ചെയ്യുക, ജീവിക്കുക. രേഖകളിലൊന്നും അവരുടെ പേരുണ്ടാവൂല, എവിടെയും കല്യാണം കഴിച്ചായിട്ട് രേഖ ഉണ്ടാകൂല അവർക്ക്. ഈ പെണ്ണ് പോയിട്ട് പരാതിപ്പെടാനുള്ള വകുപ്പുമില്ല. കാരണം എന്താ, വിവാഹത്തിന് മുമ്പ് എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരുമിച്ച് ജീവിക്കുകയാണ്, രണ്ടു കൂട്ടർക്കും ഇഷ്ടമുള്ളപ്പോൾ പിരിയാം. കഴിഞ്ഞില്ലേ? ഞാനിത് കേട്ടപ്പോ ആദ്യം ഞാനത് വിശ്വസിച്ചില്ല. പിന്നെ അതിനിരകളായ ചില ആളുകളുമായി നേരിട്ട് സംസാരിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. സമൂഹത്തിലെ മാന്യന്മാരായ പല ആളുകളും. അതെന്തുമാകട്ടെ, അപ്പൊ അങ്ങനെ യഥേഷ്ടം തന്റെ ആവശ്യ പൂർത്തീകരണത്തിനുള്ളതായ സംവിധാനങ്ങൾ പുറത്തുണ്ടായിരിക്കെ ഒരാൾ ചിന്തിക്കണം, എന്തിനാ പെണ്ണ് കിട്ടണത്, എന്തിനാ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടുപോകണം, അതിന്റെ ആവശ്യമില്ലല്ലോ, ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമാകാം, സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കാം. എന്നിട്ട് തലാഖിന്ന് ഏറ്റവും കൂടുതൽ തലാഖും വ്യാപകമായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടല്ലോ, ഒരു മുസ്ലിയാര് തലാഖിയല്ലേ ഇത്, ഒരു പെണ്ണിനെ. ഈ അടുത്ത ദിവസം ഒരു മുസ്ലിയാര് ഫോണിലൂടെ തലാഖിയില്ല, അയാൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, അത് മറച്ചു വെച്ചിട്ടാണ് വേറെ ഈ പെണ്ണെ കല്യാണം കഴിക്കുന്നത്. ആ വിവരം ഈ പെണ്ണ് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോ രണ്ടാമത്തെ ഭാര്യ ആ ഭാര്യനോട് പറയാണ്, ഞാൻ നിന്നെ 1, 2, 3 തലാഖിയല്ലി ബന്ധം വേർപെടുത്തിയിരിക്കുന്നു. ഓള് വിദഗ്ധയാണ്, ഓളം ചെയ്ത് റെക്കോർഡ് ചെയ്ത് നേരെ കോടതി കൊടുത്തു, മുത്തലാഖിന് നേരെ അകത്തിട്ട്. അപ്പൊ തലാഖ് എന്നുള്ളത് ഒരു സർവ്വസാധാരണം. ഇന്നലെ രാത്രി എൻ്റെ ഒരു സ്റ്റുഡന്റിന്റെ ഒരു ഉമ്മ വിളിച്ചു. ഇന്നലെ രാത്രി ഒരു മസാല ചോദിക്കാനാ വിളിക്കണത്. രാത്രി കുറെ വൈകിയാ വിളിക്കുന്നത്. അപ്പോ ഫോൺ അറ്റൻഡ് ചെയ്തു. ഒരു മസാല അറിയണം അവർക്ക്. എന്താ മസാല? ഭർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ മൊഴി ചൊല്ലിയിരിക്കുന്നു, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഇനി അഥവാ ഞാൻ നീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് വ്യഭിചാരമാണ്. ഇത് തലാഖാകൂ ഇല്ലയോ? സാക്ഷികൾ ആരുമില്ല, ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ കേട്ടിട്ടുള്ളൂ. മസാല ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അത്രയും സിമ്പിളാണ്. അങ്ങനെ ബന്ധങ്ങളെ തകർക്കുകയാണ്. ത്വലാഖിന് ഒരു പ്രാധാന്യം ഇല്ല, അതൊന്നും ഒക്കെ നിസ്സാരമാണ് എന്നതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കരുതിയത് ഈ മുത്തലാഖ് എന്ന് പറയുന്ന സംവിധാന നിയമത്തെ അത് ക്രിമിനൽ കേസായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സ്ത്രീകളുടെ നന്മയ്ക്കും വേണ്ടിയാണെന്നാണോ? അല്ല, അതിലൂടെ ഒരു ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. ഉള്ളാലൊരു ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. എന്ത്? 3 അല്ലാത്ത താഴത്തേക്കുള്ള തലാഖ് ഇവിടെ പ്രശ്നമല്ല, അതാകാം. 3 ചെല്ലുമ്പോഴേ പ്രശ്നമുള്ളൂ. മുത്തലാഖ് എന്ന് പറഞ്ഞ ഒരു തലാഖ് ഇസ്ലാമിലില്ല. അത് നിക്കാഹും തലാഖും ചർച്ച ചെയ്യുന്നിടത്ത് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണത്. അപ്പോ അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ വിഷയം, ബന്ധങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. ന്യൂ എത്തിസ്റ്റുകൾ, അവരുടെ ഇടപെടല്, എക്സ് മുസ്ലിമീങ്ങളുടെ ഇടപെടൽ. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞൊരു വിഭാഗം ഇപ്പൊ അങ്ങനെ നന്നായിട്ട് സജീവമായി കൊണ്ടിരിക്കാം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ മുസ്ലിം സമുദായത്തെ മാത്രമാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എക്സ് ഹിന്ദുസില്ല, അവിടെ എക്സ് ക്രിസ്ത്യാനികളില്ല, എക്സ് മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ. മുസ്ലിം സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ്. അവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ, അവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെയൊക്കെ. ആ തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഭാഗമായിക്കൊണ്ടല്ലേ ഈ 2 പെൺകുട്ടികള് സൗദി അറേബ്യയില് ഇസ്ലാമിന്റെ ശരിയായ വശങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിച്ച 2 പെൺകുട്ടികള്. ആ 2 പെൺകുട്ടികൾക്കിടയിൽ സ്വാഭാവികമായും 2 പേരും പ്രണയിക്കുകയാണ്. അങ്ങോട്ട് 2 പേരും പ്രണയിക്കുക. ആ പെൺകുട്ടികൾ പ്രണയിച്ച് ഒടുവിൽ അവർ ഒളിച്ചോടി പോന്നു. വലിയ വിവാദമായ, കേരളത്തിൽ വിവാദമായ ഒരു കേസാണത്. ഇപ്പോൾ എറണാകുളം കേന്ദ്രീകരിച്ച് അവർ പ്രവർത്തിക്കുന്നു, അവർ ജീവിക്കുന്നു. ഇടക്കിടക്കൊക്കെ അവരുടെ ഓരോ ക്ലിപ്പുകൾ പുറത്തു വരും.
ആ ക്ലിപ്പുകളിലെല്ലാം ടാർഗറ്റ് ചെയ്യുന്നത് മുസ്ലിം സമുദായത്തെയും ഇസ്ലാമിന്റെ തത്വത്തെയും ജന്മം നൽകിയ മാതാപിതാക്കളെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്. ഓരോ ദിവസവും അവർ കൊടുക്കുന്ന ഓരോ വീഡിയോ ക്ലിപ്പുകളിലും മാതാപിതാക്കളെ കുറ്റം പറയാത്തതില്ല. എങ്ങനെ ഒരുമിച്ച് ജീവി ലെസ്ബിയൻ കപ്പിൾസ് ആയിക്കൊണ്ട് അവരിന്ന് അറിയപ്പെടുകയാ. എങ്ങനെ ഇത് സംഭവിച്ചു? ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു ഈ സമുദായം? അതിലാണ് ഇവരുടെ ഇടപെടൽ, അതായത് ഈ ന്യൂ എത്തിസ്റ്റുകളുടെ ഇടപെടൽ. ഇതൊക്കെ പറയുമ്പോൾ അതിൽ കുറെ ലജ്ജിക്കേണ്ടുന്ന കുറെ വിഷയങ്ങളുണ്ട്. പണ്ടൊക്കെ ദർസിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ ആൺകുട്ടികൾ പരസ്പരം ചില ആൺകുട്ടികൾ തമ്മിൽ ചില വികൃതി പരിപാടികളൊക്കെ ഒപ്പിക്കാറുണ്ട്. അതൊക്കെ വലിയ വിവാദമായ കാലഘട്ടമായിരുന്നു അന്ന് ദർസിലൊക്കെ പഠിക്കുമ്പോൾ. അങ്ങനെ എങ്ങാനും ഒരുത്തൻ ദർസിലുണ്ട് എങ്കിൽ അത് ചോദ്യം ചെയ്യലും പിന്നെ അവന്റെ വീട്ടുകാരെ ഒരുത്തലും വിളിപ്പിക്കലും ഒക്കെ ആയിരുന്നു. ഈ ആൺകുട്ടി പരസ്പരം ചെറിയ പ്രായക്കാർ 10-14 വയസ്സ് പ്രായമുള്ള കുട്ടികളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് വലിയ വിവാദമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്ന് അത് അംഗീകാരമായി മാറിയിരിക്കുക. ആണും തമ്മിൽ പരസ്പരം ഈ ഒരു ബന്ധം നടത്തി കഴിഞ്ഞാൽ, പെണ്ണും തമ്മിൽ സെക്സ് മൈൻഡോടുകൂടെ ഒരുമിച്ച് ജീവിച്ചാൽ അത് ഭയങ്കര ഒരു അംഗീകാരാണത്. അത് ഈ പറയപ്പെട്ട ന്യൂ എത്തിസ്റ്റുകളെ കൊണ്ടും അതേപോലെ മുക്കളെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. മൂന്നാമത്തേത്, മുസ്ലിം സമുദായത്തിന്റെ അകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന മദ്യപാനം വ്യാപകമായി കൊണ്ടിരിക്കുക നമ്മുടെ സമുദായത്തിനിടയിൽ. നിസ്സാരമല്ല മദ്യപാനം. നമ്മുടെ ഈ രാജ്യത്ത് ഇന്ത്യയുടെ പരിധിയിൽ മദ്യം ഉപയോഗിക്കാത്ത കംപ്ലീറ്റ് ഡ്രൈ ഏരിയ ആയിട്ടുള്ള ചില പ്രദേശങ്ങളുണ്ടായിരുന്നു. മദ്യം പാടില്ല, അങ്ങനത്തെ ചില ഏരിയ ഉണ്ടായിരുന്നു. ലക്ഷദ്വീപ് സമൂഹങ്ങളിൽ അവിടെ മദ്യം പാടില്ല, മദ്യം ഉപയോഗിക്കില്ലായിരുന്നു. അത് അങ്ങോട്ടേക്ക് ആരും മദ്യം കൊണ്ടുപോകുകയില്ല, അവിടെ ആരും ഉപയോഗിക്കുകയില്ല. ഈ അടുത്ത കാലം വരെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 16-17 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ ഞാൻ ഈ ലക്ഷദ്വീപ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എല്ലാ ദ്വീപുകളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് അവിടുത്തെ ആളുകൾക്ക് വേണ്ട, എന്നിട്ടും അവിടെ ബീവറേജിന്റെ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്തു. അവിടുത്തെ ആളുകൾക്ക് അത് വേണ്ട. മദ്യം സാർവത്രികമായി കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ഇടയിലുള്ള കണക്ക്, കേരളത്തിലെ കണക്ക്, 36,000-ഓളം വിവാഹമോചനങ്ങളാണ് മദ്യപാനത്തിന്റെ പേരിൽ മാത്രം കേരളത്തിൽ നടന്നത്. 36,000-ഓളം വിവാഹമോചനങ്ങൾ കഴിഞ്ഞ ഈ കാലത്തിനിടയിൽ ഉണ്ടായതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. മദ്യം പല പേരുകളിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ച ഒരു സംഭവം ഈ അടുത്ത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കവർ സ്റ്റോറി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോന്നറിയില്ല, കവർ സ്റ്റോറി എന്ന പേരിലൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ അവതാരികയുടെ പേരൊന്നും പറയണ്ട. ആ പ്രോഗ്രാമിന്റെ ഹെഡിങ് എന്തായിരുന്നു അറിയാമോ? മദ്യപ്പുഴയും ഹൂർലിങ്ങളും. ആ കവർ സ്റ്റോറിയുടെ ഹെഡിങ് അതാണ്. 2 പ്രധാനമായ വിഷയങ്ങളാണ് അതിൽ ചർച്ച ചെയ്തത്. മദ്യപ്പുഴയും ഹൂർലിങ്ങളും എന്ന് പറയുമ്പോൾ തന്നെ ആ ഹെഡ്ലൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതെന്താ വിഷയം എന്ന് പെട്ടെന്ന് കത്തും. അത് ആരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. മദ്യപ്പുഴ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാ? പരലോകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമുദായം വിശ്വസിക്കുന്ന സ്വർഗവും അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഹൂർലിങ്ങൾ പറയണ്ട. ചർച്ചയുടെ ഹെഡിങ് അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമാണ് അത് ആള് കാണുള്ളൂ. 25 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ കവർ സ്റ്റോറിയിൽ മുഴുവനും കേരളത്തിന്റെ മദ്യനയം, അതേപോലെ തന്നെ ഇപ്പോൾ വിവാദമാക്കിയ ആ സ്ത്രീ പുരുഷന്മാര് ഒരുമിച്ച് കൂടുന്നതായ വിഷയവും അതാണ് അതിൽ പ്രധാനമായ വിഷയങ്ങൾ. അതൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തില് ഈ മദ്യനയം എന്ന് പറയുന്നതാ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെറുതാക്കി പറയുന്നില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയും വലുതാക്കുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതിലുള്ള പങ്ക് എന്താണെന്നുള്ള അറിയാം. പക്ഷേ കേരളത്തില്
ഇന്ന് മദ്യം ഇത്രയും സാർവത്രികമാക്കുന്നിടത്ത് ഭരണരംഗത്തുള്ള ആളുകൾക്ക് വലിയ പങ്കില്ലേ? വലിയ പങ്കുണ്ടല്ലോ. ഒരു ഉമ്മയെ കൊല്ലാൻ പാകത്തിന് ഒരു മകൻ ലഹരിക്ക് അടിമപ്പെടണമെങ്കിൽ ഒരു ഉമ്മയെ കൊല്ലണത് ബോധമില്ലാണ്ടെന്നല്ല, അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ബോധമില്ലാതെയല്ല, അയൽവക്കത്ത് പോയി ആയുധം വാങ്ങിച്ച് കത്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് ഉമ്മയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ആ ആയുധം കഴുകിയിട്ട് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ഇവന് ബോധമില്ലേ? അപ്പൊ ഈ ലഹരി ഇവരുടെ ശരീരത്തിന് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? അത് ഈ സമൂഹത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഇടത്താണ് ഇസ്ലാമിലെ സ്വർഗത്തിൽ പഠിപ്പിക്കുന്ന മദ്യപ്പുഴയെ സംബന്ധിച്ചുള്ളതായ വർത്താനം പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതെന്തിനാ ഖുർആനിൽ മദ്യപ്പുഴയെ സംബന്ധിച്ച് പറഞ്ഞത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. നമുക്ക് ആ നിയന്ത്രണം വേണം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരു വിഭാഗം ആളുകൾ, വളരെ ന്യൂനപക്ഷമായ ആളുകൾ, നമ്മളും ഇവരെ പോലെ ആയിരുന്നുവെങ്കിൽ, ഇത് പ്രതികരിക്കാൻ ഒരു സമൂഹം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനും നിങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ മറ്റേ ലിവിങ് ടുഗദറിലേക്കും മസാജ് പാർലറിലേക്കും അതേപോലെ തന്നെ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ ലേഡീസുമായും യഥേഷ്ടം ബന്ധപ്പെട്ടും നമ്മളും അങ്ങനെ തോന്നിയാസം പോലെ ജീവിക്കുന്നു. നമ്മളും ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എങ്കിൽ നമ്മളൊക്കെ ഒരു പക്ഷേ MDMA ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നടത്തുന്ന ആൾക്കാരായി മാറും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഏറ്റവും ദയനീയമായിരിക്കും. നിങ്ങൾ അറിയോ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേറിയപ്പോൾ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രഖ്യാപനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. സ്ത്രീയും പുരുഷനും മാത്രം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി എന്തില്ല, അതല്ലാത്ത ഇതില്ല. അതായത് സ്ത്രീ, ആണ്, പെണ്ണ്, ഇത് രണ്ടേ ഉള്ളൂ വർഗം. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഇല്ല. എന്തുകൊണ്ട് അമേരിക്കക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു? 4 കോടിയിലധികം ഫാദർ ആരാണെന്നറിയാത്ത മക്കളാ അമേരിക്കയിലുള്ളത്. അവരെ പോറ്റാൻ ഗവൺമെന്റിന് കഴിയില്ല. 4 കോടിയിലധികം. ഫാദർലെസ് അമേരിക്ക എന്ന പേരിലൊരു പുസ്തകം ഇറക്കേണ്ടി വന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പുസ്തകമാണ് ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞാൽ അച്ഛനാരാണെന്നറിയാത്ത അമേരിക്കയിലെ മക്കളെ പറ്റിയുള്ളതായ വിവരണമാണ് അതിലുള്ളത്. അപ്പൊ അത്രയും അധികം ഒരു തീരുമാനം അവരൊക്കെ കൈക്കൊള്ളുന്നു. എന്നിട്ടും ഏറ്റവും പ്രബുദ്ധരാണെന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഇപ്പോഴും ഈ പറയപ്പെട്ട ആണും പെണ്ണും അല്ലാത്ത വിഭാഗത്തെ സംബന്ധിച്ചുള്ളതായ ചർച്ചകൾ, അവർക്കുള്ള പ്രാധാന്യം. 9ാം ക്ലാസ്സിലെ അടുത്ത കൊല്ലം ജൂൺ 1-ാം തീയതി മുതൽ പഠിപ്പിക്കാനിരിക്കുന്ന 9ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ബുക്ക് അപകടമാണത്. എന്താ അതിന്റെ അർത്ഥം? ആ പുസ്തകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് എന്താണെന്നറിയാമോ? ജെൻഡറാണ്. ജെൻഡർ എന്താണ്? ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ കുറച്ച് കാലം കഴിയണം. 13 വയസ്സ് കഴിഞ്ഞെങ്കിലേ തീരുമാനിക്കുള്ളൂ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇതുവരെയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എന്താ? നമ്മുടെ ഭാര്യ പ്രസവിക്കാൻ ലേബർ റൂമിൽ കയറി കഴിഞ്ഞാൽ ലേബർ റൂമിന് പുറത്ത് കാത്തിരിക്കുന്ന ആൾക്കാർ പറയും, സുഹറാബി പ്രസവിച്ചു ആൺകുട്ടി, ഐഷാബി പ്രസവിച്ചു പെൺകുട്ടി, അല്ലേ? ഇനി അത് പറയില്ല. അതായത് ലിംഗം നോക്കിയിട്ട് അത് ആണാണ് പെണ്ണാണെന്ന് പറയാൻ പാടില്ലത്രേ. ജെൻഡറിനെ എന്ത് ചെയ്യണം? ന്യൂട്രൽ നിർത്തണം. ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പാടില്ല. അവര് വലുതായിട്ട് അവര് തീരുമാനിക്കണം ഞാൻ ആണാണോ പെണ്ണാണോ എന്ന്. എത്ര വിഡ്ഢിത്തമായ തീരുമാനങ്ങളാണിത്! അതാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. നമ്മൾ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ച് ഖുർആൻ പഠിപ്പിച്ച് ഇസ്ലാമിന്റെ തത്വങ്ങൾ പഠിപ്പിച്ച് സംസ്കാരം പഠിപ്പിച്ച് ആ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഏറ്റവും ബറക്കത്തുള്ള ഇൽമാ കിട്ടുന്നത്. ആ ഇൽമ പഠിച്ചിട്ട് ആ മക്കൾ 9ാം ക്ലാസ്സിൽ പഠിക്കണ ആൺകുട്ടിയും പെൺകുട്ടിയും സ്കൂളിൽ പോയിട്ട് പഠിക്കാണ് ഇത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന്, തീരുമാനിക്കാൻ പാടില്ല എന്ന്. അത് മതത്തിന്റെ ഇടപെടലാണെന്ന്. ഈ വിഡ്ഢിത്തത്തിനല്ലേ ഈ പറയുന്നത് യുക്തിവാദമെന്ന്? ഈ വിഡ്ഢിത്തത്തിന് പുരോഗമനം എന്ന് പറയുന്നത്
എന്നിട്ട് അവരാണ് ഈ സമൂഹത്തിൽ ഇപ്പോ ഈ ഒരു ഇതൊക്കെ ഇറക്കുന്നത്. അതായത് മദ്യപ്പുഴയും ഹൂർലിങ്ങളും. 25 മിനിറ്റ് നീണ്ടു നിന്ന ആ കവർ സ്റ്റോറി ഒന്ന് കേട്ടപ്പോ സത്യത്തിൽ ഇത്രമാത്രം ഒരു ചാനൽ അധപ്പതിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അമ്മാതിരി അധപ്പതനത്തിന്റെ വാക്കുകളാണ്. വിശുദ്ധ ഖുർആനിൽ മദ്യപ്പുഴ എന്ന ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സ്വർഗത്തിൽ മദ്യപ്പുഴ എന്ന് പറയുമ്പോൾ സ്വർഗവുമായി ബന്ധപ്പെട്ട് വിശ്വാസമില്ലാത്ത ആളുകൾ എന്തിനിതിനെ പരിഹസിക്കാൻ നടക്കുന്നത്? ഇവിടെയുള്ള ബാക്കി മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെല്ലാം നയങ്ങളുണ്ട്. നമ്മൾ അതിനെതിരെ പോകുന്നില്ല, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നില്ല. അത് ഈ രാജ്യത്ത് ഓരോരുത്തർക്കും അവകാശപ്പെട്ട സ്വാതന്ത്ര്യം അത് ഉപയോഗിക്കുന്നു. അത് തന്നെയല്ലേ നമ്മളും വിശ്വസിക്കുന്നത്. നമ്മളും വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. എന്നിട്ട് നമ്മളെ പരിഹസിക്കാൻ വേണ്ടി ആ കൂട്ടത്തിലാണ് ഹൂർലീങ്ങൾ എന്ന പ്രയോഗവും. വിശുദ്ധ ഖുർആനിൽ ഹൂർലീങ്ങൾ എന്ന പ്രയോഗം തന്നെ വന്നിരിക്കുന്നത് കണ്ണിന് കുളിർമയുണ്ടാകുന്ന അല്ലെങ്കിൽ വെളുത്ത കൺതടമുള്ള ആകർഷണീയമായ കൺതടമുള്ള പെണ്ണുങ്ങൾ എന്നുള്ളതാണ്. സ്വർഗീയ സ്ത്രീകളെ സംബന്ധിച്ചുള്ള വർണ്ണനയാണ്. എന്തിനാണ് ഈ ഹൂർലീൻ എന്നുള്ള പ്രയോഗം വന്നതെന്ന് അറിയാമോ? അതായത് ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ളതായ കായികാഭ്യാസ പ്രകടനങ്ങൾ അത് തെറ്റാണ് എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അയാൾ പറഞ്ഞ ശരി പറയുമ്പോൾ അതിനെ സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കാന്തപുരാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞ ശരിയായ വാക്കാണ്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹം ഇസ്ലാമിന്റെ ഹുക്കുമകളിൽ ആ പറഞ്ഞ കാര്യം നമ്മൾ അംഗീകരിക്കുന്നു, അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അത് പറയാൻ കാണിച്ച തന്റെ ഇടത്തെയും നമ്മൾ അംഗീകരിക്കുന്നു. ഈ പ്രായത്തിലും അദ്ദേഹം അത് പറഞ്ഞല്ലോ. അതിനെ നമ്മളെ കേരളത്തിലെ എല്ലാ മുസ്ലിം പണ്ഡിത സഭയും അതിനെ സ്വാഗതം ചെയ്തു. നമ്മുടെ മടവൂർ സാഹിബ് അടക്കം ആ വിഷയം സ്വാഗതം ചെയ്തു, അല്ലേ? ഇവിടെ എന്താ അപകടം? ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള ഒരു പ്രകടനത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽപ്പെട്ട ഒരു ഇബാദത്താണല്ലോ ഹജ്ജ്, അല്ലേ? ഹജ്ജിന് ഒരു പെണ്ണ് തന്റെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകണമെങ്കിൽ അവൾക്ക് ആര് കൂടെ വേണം? മഹ്റം കൂടെ വേണം. അതില്ലാതെ പലരും പോകുന്നത്, പലരും കൊണ്ടുപോകുന്നതും. ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ ആ ഗ്രൂപ്പിൽ നിർബന്ധമായി ഞാൻ ചോദിക്കും, മഹ്റം കൂടെ ഉണ്ടോ? എങ്കിലേ ഞാനുള്ളൂ. മഹ്റം ഇല്ലാതെയാണ് പലരും പോകുന്നത്. പക്ഷേ ഒരു പെണ്ണിന് ഹജ്ജോ ഉംറയോ നിർബന്ധമാകണമെങ്കിൽ മഹ്റം കൂടെ വേണം, എങ്കിലേ അവൾക്ക് നിർബന്ധമാകുള്ളൂ. അല്ലാതെ അവൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. അപ്പൊ ഒരു ഇബാദത്തിൽ അങ്ങനെയാണ്. ഒരു പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ആ പള്ളിയിൽ അവ്വല് സഫ്, ഒന്നാമത്തെ സഫ് ആണുങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ സഫുകളിൽ ആണുങ്ങളുടെ ഏറ്റവും പുറകിലെ സഫ് ഏറ്റവും മോശം സഫാണ്. പെണ്ണുങ്ങളുടെ ഏറ്റവും മുമ്പിലെ സഫ് ഏറ്റവും മോശം സഫാണ്. പെണ്ണുങ്ങളുടെ ഏറ്റവും പുറകിലത്തെ സഫ് ഏറ്റവും നല്ല സഫാണ് എന്ന് പറഞ്ഞാൽ അവർ ഒരു തരത്തിലും കൂടിക്കലരാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ നിയമ. നമ്മുടെ നിയമം പറയുന്നിടത്ത് നമുക്ക് എന്താ കുഴപ്പം? അത് പറഞ്ഞതിനെ പരിഹസിച്ചത് ആണിനെയും പെണ്ണിന്റെയും ഇടയിൽ വിവേചനം ഉണ്ടാക്കിയെന്നാ പറഞ്ഞത്. വിവേചനം ഉണ്ടാക്കിയിട്ടില്ല. രണ്ടും രണ്ട് ജെൻഡറാണെന്നല്ലേ നമ്മൾ പറയുന്നത്. ഈ പറയപ്പെട്ട ആളുകൾ, ഞാൻ ചോദിക്കട്ടെ, ഈ പറയപ്പെട്ട ഇത് വിമർശിക്കുന്ന ആളുകൾ, ആ ആളുകൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുടെ എത്ര ഭാര്യമാര് രംഗത്തിറങ്ങിയിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്? ഇല്ല. ഇവരുടെ ബ്യൂറോകൾ, ആ ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് എന്തെങ്കിലും ഒരു പെണ്ണ് വന്നിട്ടുണ്ടോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് എന്തെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരു പെണ്ണ് മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞ ആ പെണ്ണ് എവിടെ പോയി? ഉണ്ടോ? ഇല്ല. ഇനി ഇതൊന്നുമല്ലാത്ത മുസ്ലിമീങ്ങളല്ലാത്ത ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്ത്രീകൾക്ക് പല വിഷയങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. മുസ്ലിം സമുദായം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ വിഷയമായി. അതിനെ പരിഹസിക്കാനും കുത്തിപ്പറയാനും യഥേഷ്ടം ആളുകൾ. അവിടെ ഖുർആനിൽ പറഞ്ഞ മദ്യപ്പുഴ എന്ന് ഖുർആനിൽ പറഞ്ഞ എന്റെ ചേർന്ന് തന്നെ വേറെ 3 പുഴകളും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ശുദ്ധമായ ജലം, വെള്ളത്തിന്റെ പുഴയെ പറ്റി പറയുന്നുണ്ട്. ശുദ്ധമായ പാലിന്റെ പുഴയെ പറ്റി പറയുന്നുണ്ട്. ഒരു കലർപ്പും ഇല്ലാതെ ഒരിക്കലും കേടുവരാത്ത ഈ പഴച്ചാറുകളുടെ പുഴയെ സംബന്ധിച്ച് ആ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ തന്നെയാണ് എന്ത് പറയുന്നത്? മദ്യപ്പുഴയും പറയുന്നത്.
വിവാദം എടുത്തപ്പോൾ, പരിഹസിക്കാൻ വേണ്ടി എടുത്തപ്പോൾ എന്തെടുത്തില്ല? ഈ 3 പിഴയെ പറ്റി പറഞ്ഞില്ല. കേരളത്തില് ദേശീയ പുരസ്കാരം നേടിയ ഒരു കോമഡി നടൻ, ദേശീയ പുരസ്കാരം നേടിയ കോമഡി നടൻ, അയാൾ ഈ അടുത്ത് നടത്തിയ ഇന്റർവ്യൂവിൽ പറയാണ്, മദ്യം പുഴയായിട്ട് ഒഴുകിയിട്ട് എന്താ കാര്യം, ഗ്ലാസ്സിലല്ലേ കിട്ടേണ്ടതെന്ന്. കളിയാക്കിയതാ. മദ്യം പുഴയായിട്ട് ഒഴുകിയിട്ട് എന്ത് കാര്യം, അത് ഗ്ലാസ്സിലല്ലേ കിട്ടേണ്ടത്, അപ്പോഴല്ലേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന്. ബുദ്ധി അത്രേ വികസിച്ചിട്ടുള്ളൂ എന്ന് പറയാം, അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാനില്ല. എന്തും ആകട്ടെ, അപ്പൊ ഇത് രണ്ടൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചകളിൽ കടന്നു വരും. അതായത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സ്വർഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ. മദ്യത്തെ പറ്റി മാത്രമല്ല സ്വർഗത്തിൽ പറഞ്ഞിട്ടുള്ളത്, അതല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി എന്താ? അള്ളാഹുവിനെ കാണൽ. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതി അതാണ്, അള്ളാഹുവിനെ കാണലാണ്. ഇതൊന്നും ഇവിടെ ചർച്ചക്കെടുക്കൂല. പരിഹസിക്കാൻ വല്ലതുണ്ടോ അതെടുത്തിട്ട് ചർച്ച ചെയ്യും. 25 മിനിറ്റ് കേരളത്തിൽ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ഒരു ചാനല് കവർ സ്റ്റോറിയായിട്ട് ഈ 2 വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെങ്കിൽ ഇവർ ഈ ഇസ്ലാമിനോടുള്ളതായ വെറുപ്പും എതിർപ്പും എത്രമാത്രം ഉണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കുടുംബ ബന്ധം തകരുന്നതിന്റെ പ്രധാനമായ കാരണങ്ങളിലെ മറ്റൊരു കാരണമാണ് ഈ പറഞ്ഞ മദ്യപാനം എന്നുള്ളത്, മദ്യത്തിന്റെ അതിപ്രസരം. നമ്മള് ഞെട്ടലോടുകൂടെ അറിയേണ്ട ഒരു കാര്യം കൂടെയാണ് കേട്ടോ. 23 വയസ്സ് വരെ ജീവിതത്തിൽ സംശുദ്ധി പാലിച്ച് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ, 23 വയസ്സ് വരെ ഒരു തെറ്റിനും പോയിട്ടില്ല. ആ ഉമ്മയും വാപ്പയും പൊന്നുപോലെ കൊണ്ടു നടന്ന് നോക്കി വളർത്തി നിസ്കാരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ കുട്ടി നല്ല ഭംഗിയായി ജീവിച്ചൂടെ. 23-ാമത്തെ വയസ്സിൽ കോഴിക്കോട് കടപ്പുറം കാണാൻ കൂട്ടുകാരന്റെ കൂടെ പോയതാ. ആ കൂട്ടുകാരൻ കൊടുത്ത ഒരു ഗുളികയുടെ പൊട്ട് വായിലിട്ടു. അവൻ അവസാനം 6 ലക്ഷം രൂപയ്ക്ക് MDMA കൊണ്ടുവന്ന് അത് വിറ്റ് അത് പിടിക്കപ്പെട്ട് ഇപ്പൊ ജയിലിലാണ്. അപ്പൊ വഴി തെറ്റിപ്പോകാൻ അധികം നേരമൊന്നും വേണ്ട നമ്മുടെ മക്കള്, എത്ര സംശുദ്ധമാണെങ്കിലും. എന്റെ ഒക്കെ മനസ്സിൽ എപ്പോഴും ആദ്യമുള്ളത് എന്റെ മകനെ പറ്റിയാ പേടിയാ. വേറെ എന്ത് കാര്യങ്ങളിൽ പോയി ഒരു കയ്യോ കാലോ ഒടിഞ്ഞു പൊട്ടി, ഭയം വേണ്ട, അത് ശരിയായിക്കോളും, അല്ലെങ്കിൽ കാലില്ലാതെ ജീവിച്ചോളും. ഈ സാധനം കഴിച്ചിട്ട് ജീവിച്ചാല് അയാളുടെ ആയസിന്റെ കാലാവധി എത്രയാ? വളരെ കുറവാ, 3 മാസോ 4 മാസോ, അതിന്റെ അപ്പുറത്തേക്ക് ജീവിക്കൂല. അങ്ങനത്തെ ഒരു ദയനീയമായ ഒരവസ്ഥ. ഇന്നലെ ഒരു വ്യക്തി, നമ്മുടെ ഖുത്ബ കേൾക്കാൻ വരുന്ന ഒരു വ്യക്തി ഇന്നലെ ഉച്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് വാങ്ങി, കുറെ ദിവസം എന്നെ കാണണം എന്ന് പറഞ്ഞ് നടക്കും. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ എന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അദ്ദേഹം വന്നിട്ട് എന്നോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. 3 മക്കളുണ്ട്, എന്റെയൊക്കെ പ്രായമുള്ള ആളാണ്. 3 മക്കളുണ്ട്. ഒരു മകളുടെ വിഷയമാണ് പറയണത്. ആ മകള് അവൾ പ്രണയിച്ച് ഒരു പുരുഷനെ പ്രണയിച്ച്, നമ്മുടെ ആദർശം അല്ലെങ്കിലും ഉസ്താദെ ഞാൻ കെട്ടിച്ചു കൊടുത്ത്, മനസ്സോടെ ഞാൻ കെട്ടിച്ചു കൊടുത്ത്. കാരണം നമ്മുടെ സമുദായത്തിൽപ്പെട്ടതല്ലേ എന്ന് കരുതിക്കൊണ്ട്. ഖുറാഫാത്തുള്ള കുടുംബമാണ്, എന്നാലും ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ബസ് ഡ്രൈവർ ഒരു ഹിന്ദുവിന്റെ കൂടെ പെൺകുട്ടി ഒളിച്ചോടിപ്പോയി. നമ്മുടെ പള്ളിയിൽ ഖുത്ബ കേൾക്കാൻ വന്നുകൊണ്ടിരുന്ന പെൺകുട്ടിയാ. ഉംറ ചെയ്തിട്ടുണ്ട്, ഖുർആൻ നന്നായിട്ട് അറിയാം, ഇബാദത്തുകൾ നന്നായിട്ട് അറിയാം. ആരെങ്കിലും തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഇസ്ലാംകാരി എത്രയാണ് എന്ന് ചോദിച്ചപ്പോ 5 ആണെന്ന് മറുപടി. ഒരു കുട്ടി 5 ആണെന്ന് മറുപടി. എങ്കിൽ ഇസ്ലാം കാര്യത്തിലെ 3ാമത്തേത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു നോമ്പാണെന്ന് പറഞ്ഞു. അടുത്ത കുട്ടി പറഞ്ഞു സക്കാത്താണെന്ന് പറഞ്ഞു. ഉടനെ ഈ പോയ പെൺകുട്ടി പറയാണ് ആ കുട്ടി പറഞ്ഞതാണ് ശരി, സക്കാത്താണെന്ന് പറഞ്ഞതാണ് ശരി. ഇസ്ലാം കാവിന്റെ 3ാമത്തത് സക്കാത്താണ്, നോമ്പല്ല. അത്രമാത്രം അഭിഷേകമായി പഠനമുണ്ട് ആ കുട്ടിയുടെ കയ്യില്. ആ കുട്ടിയാണ് ഒരു ബസ് ഡ്രൈവറിന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്, ഒരു നോൺ മുസ്ലിം. അവസാനം വാപ്പയും ഉമ്മയും സങ്കടപ്പെട്ട് ഒടുവില് പിടിച്ചോണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്, ഇവിടെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പുതിയാപ്പളനെ വരുത്തിച്ചു, ഈ പെണ്ണിന്റെ പുതിയ ഭർത്താവിനെ വരുത്തിച്ചു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ടും ഭർത്താവിനിൽ നിന്നും തലാക്ക് എഴുതി മേടിച്ചു. എന്നിട്ട് ഇവന്റെ കൂടെ പോയി ജീവിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോ
കരഞ്ഞ് വിളിച്ച് ബാപ്പായും കൂട്ടിക്കൊണ്ടുവന്ന് ഇനി ഞാൻ അവന്റെ കൂടെ ജീവിക്കൂല, അസ്മ ചെയ്തു, എനിക്ക് മെഡിക്കൽ ഇത് പഠിക്കണം, കൊണ്ടുപോയി ആക്കി. ഒടുവിൽ അവിടുന്ന് വീണ്ടും ഓന്റെ കൂടെ പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ സമൂഹത്തിന്റെ പോക്ക്, ഈ അധപ്പതനം, ഇതിന്റെയൊക്കെ പ്രധാനമായ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മദ്യമാണ്. മദ്യത്തിന് നല്ല പങ്കുണ്ട്. എന്തുമാകട്ടെ, നാലാമത്തേത് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ കുടുംബങ്ങൾ തകർന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന സാധനമാണ് സോഷ്യൽ മീഡിയ. അല്ലേ? സോഷ്യൽ മീഡിയ പങ്ക് ചെറുതൊന്നുമല്ല. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഒരു നമ്മളൊക്കെ ചിലപ്പോൾ ഫേസ്ബുക്ക് ഒന്ന് കുറച്ചു നേരം മറച്ചു നോക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എങ്ങനെ നോക്കണ്ടെന്ന് പോലും എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. സംഗതി എനിക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്, അതെങ്ങനെയാ നോക്കണ്ടെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അതിലാണ് കുട്ടികൾ. അങ്ങനെ കുറഞ്ഞ ടൈമേ നമ്മളൊക്കെ സ്പെൻഡ് ചെയ്യുള്ളൂ, പക്ഷേ മണിക്കൂറുകൾ അതിന്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ എൻ്റെ മകന്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ചു. ഞാൻ ഇവിടെ ഉംറയ്ക്ക് പോയ സമയത്ത് എനിക്ക് അവൻ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അവൻ്റെ ഫോൺ മേടിച്ചു വെച്ചേക്ക് എന്ന് പറഞ്ഞു. അത് മേടിച്ച് വെച്ചേക്കെന്ന് പറഞ്ഞ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോ അളിയനെ വിളിച്ചിട്ട് പറയാണ്, അളിയാ പെട്ടെന്ന് ഫോൺ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവും. കാരണം നമ്മൾ ഇതിനെപ്പറ്റി വല്ലാണ്ട് പഠിച്ചിട്ടില്ല. അവർക്കറിയാം. കാരണം ഇതിൽ അഡിക്റ്റ് ആയി പോയ ആൾ ഇത് മേടിച്ചു വെച്ചാൽ പിന്നെ മൈൻഡ് മാറാണ്, പിന്നെ ദേഹോപദ്രവമായി, മറ്റുള്ളവരെ ഉപദ്രവിക്കലായി, അക്രമം ചെയ്യലായി. അപ്പൊ അങ്ങനെയുള്ളതിലേക്ക് നീങ്ങണ്ട. ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തോ, ഒരു 10 മിനിറ്റ് ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ അരമണിക്കൂർ ഉപയോഗിക്കട്ടെ, എന്നിട്ട് മേടിച്ചു വെക്ക്. അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തി കൊടുക്ക്. അപ്പൊ അത്രമാത്രം സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ എന്ത് വരുന്നോ അതാണ് ചർച്ച. ഖുത്ബകളും അതേപോലെ എല്ലാ വിഷയങ്ങളും സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ സ്പന്ദനങ്ങൾ, ഞാൻ അതാ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു തുടങ്ങിയത് തന്നെ, നമ്മളുടെ ജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതിന് പകരം കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുകയാണ്. അതില് ചില കഥാപാത്രങ്ങളുണ്ട്, ചില കോയമാരും കുഞ്ഞാപ്പുമാരൊക്കെ ഞാൻ അങ്ങനെ പറയാണ് അല്ലേ, കോയമാരും കുഞ്ഞാപ്പുമാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തെല്ലാം തോന്നിയാസങ്ങളാ. വാപ്പാടെ കാമുകിക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്ന മോൻ. ഈ സോഷ്യൽ മീഡിയ പഠിപ്പിക്കുന്ന ഇൽമാണത്. സ്വന്തം ബാപ്പാടെ കാമുകിക്ക് ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുക്കുക, അത് മേടിക്കാൻ വേണ്ടി ബാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് പൈസ മോഷ്ടിക്കുക. ഇതൊക്കെയല്ലേ ഈ മക്കൾ കണ്ടു വളരുന്നത്. ഒരു തൊപ്പി എന്ന പേരിൽ ഒരു സംഭവം അടുത്തുണ്ടായിരുന്നു. ഈ ചെക്കന്മാരിങ്ങനെ ഒരു പ്രത്യേകതരം കണ്ണടയൊക്കെ ഇട്ടിട്ട് വരണ കണ്ട്, എന്താ കുട്ടികൾ കണ്ണടകൾ പുതിയ സമയത്തിന് അനുസരിച്ച് മാറിയ ട്രെൻഡായിരിക്കും കരുതി നോക്കുമ്പോ അതല്ല, അത് ഈ വ്യക്തിയുടെ വേഷാണ്. വാ തുറന്നാൽ വൃത്തികേടല്ലാതെ പറയില്ല. അതിൽ ഒരു വാക്ക് പോലും നമുക്കിവിടെ ഉച്ചരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ വൃത്തികേടുകൾ മാത്രം പറയുന്ന ഒരു ജന്മം. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ സോഷ്യൽ മീഡിയ വഴി ഈ സമൂഹത്തെ വ്യതിചലിപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളെ തകർത്ത് കളയുന്നു. അഞ്ചാമത്തെ അവസാനമായി ഉള്ളത്, ഇനിയും പറയാനുണ്ട്, അവസാനമായിട്ടുള്ളത് അതിൽ വൈവാഹിക ജീവിതം എന്താണ് എന്ന് പഠിപ്പിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അത് വലിയ ഒരു വിഷയമാണ്. എന്താ കുടുംബജീവിതം സമൂഹത്തിൽ ആരും പഠിക്കുന്നുണ്ടോ? നമ്മൾ ആരിലും പഠിക്കുന്നു. നമ്മളൊക്കെ കുറെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം, പുതിയ തലമുറയ്ക്ക് കുടുംബജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ആണ് വേറെ പെണ്ണ് വേറെ, രണ്ടിന്റെയും കാഴ്ചപ്പാടുകൾ വേറെ, മാനസികാവസ്ഥ വേറെ, ശാരീരിക ഘടന വേറെ എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. പഴയ കാലത്തുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആണ് വേറെ തന്നെയാണ് ജീവിച്ചത്, പെണ്ണ് വേറെ തന്നെയാണ്. ഒരു പെണ്ണുമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ഇടപഴകുന്നുണ്ടെങ്കിൽ അത് ഒന്നിരിക്കും അവന്റെ ഉമ്മയായിരിക്കും, അല്ലെങ്കിൽ അവന്റെ പെങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവന് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരിക്കും. അതല്ലാത്ത ഒരു പെണ്ണുമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ഇടപഴകൂല. ഇന്ന് അതല്ല. സ്കൂള് വിട്ടിട്ട് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒപ്പം പഠിക്കുന്ന പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് വർത്താനം പറഞ്ഞോണ്ടാ റോഡ് മുറിച്ച് കിടക്കണത്. പോക്ക് കണ്ടു കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളെയും തോന്നിപ്പോകും. രണ്ടുപേർക്കും ഏത് ക്ലാസ്സിലാണ് പഠിക്കണമെന്ന് പോലും അറിയില്ല. റോട്ടുമെന്ന് കണ്ട് കൈ പിടിച്ചിട്ട് പോകണം. അത്ര തന്നെ. അപ്പോ ബന്ധങ്ങൾ, ആണെന്താണ് പെണ്ണെന്താണ്, അത് കൃത്യമായിട്ട് പഠിക്കണം.
ആണിന് ആണിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. അത് പെണ്ണിനെ പഠിപ്പിച്ചു കൊടുക്കണം. ആണുങ്ങൾക്കുള്ള കാഴ്ചപ്പാട് ഇതാണ്, അവരുടെ ചിന്താഗതി ഇതാണ്, അവരുമായിട്ട് ഇടപഴകേണ്ട രീതി ഇങ്ങനെയൊക്കെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ വർത്താനമുള്ളൂ, അത്താഅത്തു സൗജഹ എന്ന് പറഞ്ഞ, ഇണക്കി കീഴ്പ്പെടുക. ഇണക്കി കീഴ്പ്പെടുക, പുരുഷന്റെ ഒരു ഒരു മനോഭാവം അതാണ്. തനിക്ക് കീഴ്പ്പെടുക എന്നുള്ളത് ഒരു പുരുഷന്റെ ഒരു മനോഭാവമാണ്. ഒരു പെണ്ണ് അത് അവന്റെ പൊതുവായ സംസ്കാരം അത് തന്നെയാണ്. അത് ആൺവർഗത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഇതെടുത്ത് പരിശോധിച്ച് നോക്ക്. ഒരു പൂവങ്കോഴിയാണ് എങ്കിൽ ഒരു പൂവങ്കോഴിക്ക് പിടക്കോഴി കീഴൊതുങ്ങുന്നതാണ് കാണുന്നത്, അല്ലെ? ഏതെങ്കിലും പിടക്കോഴി പൂവങ്കോഴിയുടെ പുറത്ത് കയറിയിരിക്കണുണ്ടാ? ഉണ്ടാ? ഇല്ല, കാണൂല. സിംഹം, ആൺസിംഹം പെൺസിംഹത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്. അത് അങ്ങനെയാണ് ഈ പ്രകൃതി. അതാണ് അത് എങ്ങനെ എത്രത്തോളം അങ്ങനെയല്ല എന്ന് പറഞ്ഞതും അത് അങ്ങനെ തന്നെയാണ്. ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് കരുത്തുണ്ട്, അവർ മുകളിലാണ് എന്ന് കരുതി പെണ്ണിനെ അടക്കി ഭരിക്കുക എന്നുള്ളതല്ല, അവരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്നുള്ളതല്ല. മറിച്ച് അത് എന്തിനാണ്? അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന ആ ഔദാര്യം അത് കൃത്യമായി വിഭാവനം ചെയ്യാനും വീതിക്കാനുമാണ്. ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ കുടുംബത്തോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രീതി ഞാൻ മരണപ്പെട്ടു പോവുകയോ അതല്ലെങ്കിൽ എനിക്ക് തീരെ ഇതൊന്നും പറ്റാതെ വന്ന് ഞാൻ കിടക്കുകയോ ചെയ്തു, ഒന്നിനും കഴിയാത്തൊരവസ്ഥ വന്നു എങ്കിൽ ഞാൻ ഈ കുടുംബത്തിന്റെ മേൽ ഈ കാണിക്കുന്ന ഇപ്പോഴുള്ള ഈ നിലപാട്, ഈ ചെലവഴിക്കലും മറ്റും എല്ലാം നീ നിന്റെ കയ്യിൽ നിന്ന് ചെലവഴിക്കുക? ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, നമ്മളെ ചെലവഴിക്കുമല്ല, അവർ ചെലവഴിക്കില്ല. നമ്മൾ കൊണ്ട് നടക്കുന്നത് പോലെ അവർ കൊണ്ടു നടക്കില്ല. അതാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം എന്താന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് പെണ്ണ്. പെണ്ണിന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താ? റിഫഖം ബിൽ ഖവാരീർ എന്നല്ലേ പറഞ്ഞ. ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. റിഫഖം ബിൽ ഖവാരീർ എന്ന് പറഞ്ഞാൽ പളങ്ക് പാത്രത്തോടുള്ള മൃദുവായ സമീപനായിരിക്കണം. മൃദുവായിട്ട് അവർ പെരുമാറാൻ പാടുള്ളൂ, പരസ്യമായിട്ട് പെരുമാറാൻ പാടില്ല. നിങ്ങൾ വീട്ടിലേക്ക് എത്താൻ വൈകുമ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് ചോദിക്കാണ്, അല്ല എവിടെയാണ് നിങ്ങൾ, എന്താ വരാൻ വൈകുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പണി നോക്കിപ്പോ, ഞാൻ എനിക്ക് സൗകര്യമുള്ളപ്പോൾ വരും, എന്നോട് ചോദിക്കാനാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിനേക്കാളും വലുതായിരിക്കും ഇങ്ങോട്ട് വരിക, അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ബാക്കി കേൾക്കാം. അതിൻ്റെ പെരുമാറ്റത്തിലോ അവരുടെ ഇടപെടലിലൊക്കെ അത് കൃത്യമായിട്ട് ആ പ്രതികരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ എന്താ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാല് ഞാനൊരു 10 മിനിറ്റ് കൊണ്ടെത്താം, നീ വിഷമിക്കല്ലേ, ഞാൻ ഇപ്പൊ എത്തിക്കോളാം, സമാധാനപ്പെടുട്ടോ, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊരുത്തപ്പെടുക. ഇങ്ങനത്തെ വർത്തമാനം എന്ന് പറഞ്ഞു നോക്ക്. നമ്മൾ ചെല്ലുമ്പോൾ വാതൊക്കെ കാത്തൊന്ന് സ്വീകരിക്കണ്ടാവും. പോണ വഴിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാനോ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് കൈ പിടിച്ചു നോക്ക്, അവരുടെ സ്വീകരണത്തിന്റെ രീതി ഒന്ന് മാറും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കതാണ്. ആ മൃദുവായ പെരുമാറ്റം അതുകൊണ്ടേ വിജയിക്കുള്ളൂ. പരുഷമായ പെരുമാറ്റം ഒരിക്കലും വിജയിപ്പിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ അർത്ഥത്തിലും പ്രയാസത്തിലാക്കിയ, പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമാണല്ലോ മഗാഫീറിന്റെ സംഭവം, അല്ലേ? മഗാഫീർ കുടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തേൻ കുടിക്കുമായിരുന്നു. സൈനബ് ബീവിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ റസൂലുള്ളാഹി തേൻ കുടിക്കും, സൈനബ് തേൻ കൊടുക്കുകയും ചെയ്യും. അപ്പൊ എല്ലാ ദിവസവും തേൻ കുടിക്കാൻ പോയപ്പോ തേൻ കിട്ടണ കണ്ടപ്പോ റസൂലുള്ളാഹി എല്ലാ ദിവസവും പോകാൻ തുടങ്ങി. അത് മറ്റുള്ള ആളുകൾ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അവരുണ്ടാക്കിയ ഒരു കെണിയാണ് റസൂലുള്ളാഹി മഗാഫീർ കുടിച്ചു എന്നുള്ളത്. കെണിയാണത്. ചരിത്രം അറിയാം നിങ്ങൾക്ക്, ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷേ ആ സംഭവം വെളിവായി ഇത് റസൂലുള്ളാഹിനെ ട്രാപ്പിലാക്കിയതാണെന്ന് റസൂലുള്ളാഹിക്ക് വെളിവായി വ്യക്തമായി കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് നിലപാടെടുത്തത്? അടിയുണ്ടാക്കിയവരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഇല്ല. കാരണം അത് അവരുടെ പ്രകൃതമാണ്. അവരോട് മയത്തിലാ പെരുമാറിയത്. ഒരു മാസം പിണങ്ങി നിന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, താരീഖുകളിൽ കാണാം. ഒരു മാസം ഭാര്യമാരായിട്ട് പിണങ്ങി. എന്തായിരുന്നു വിഷയം? വിഹിതം, അതായത് ജീവിത വിഹിതം, വരുമാന വിഹിതം കിട്ടുന്നതിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ച വന്ന്, ചർച്ചയിൽ പെണ്ണുങ്ങളൊക്കെ കൂടിയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞ്, ഭാര്യമാരൊക്കെ കൂടിയിട്ട് പറഞ്ഞ്, ഞങ്ങൾക്ക് മറ്റുള്ളവരെ പോലെയല്ല, ഞങ്ങളൊക്കെ വളരെ പരിമിതമായ വിഹിതം കൊണ്ടാണ് ജീവിക്കുന്നത്,
അത് മാറ്റം വരുത്തണമെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു. റസൂലിനോട് പറയാൻ പാടില്ല. അവര് ആരോ പിരികേറ്റിയതാണ്. പെണ്ണുങ്ങളുടെ സ്വഭാവമാണ്. പിരിച്ച് നമ്മള് പറഞ്ഞില്ല കഴിഞ്ഞ ചോറില്ല, മൂച്ചിമ കയറ്റിയ കയറിയിട്ടുങ്ങള്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും. പെണ്ണിനെ പിടിച്ച് പിരികേറ്റി മൂച്ചിമ കയറ്റി തുണിയും കുപ്പാക്ക് അയച്ചിട്ട് റോട്ടുമ്മ കൂടെ നടക്കാൻ തുടങ്ങി സാധുക്കള്. അതാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ആരോ പിടിച്ച് പിരികേറ്റി ഇവർ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ഇവർ പ്രതിഷേധം അറിയിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1 മാസത്തേക്ക് ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഞാനില്ല. 1 മാസം പിണക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിണ്ടാണ്ടിരുന്നു എന്നല്ല, നുഷൂസ് എന്നാണ് അതിന്റെ പേര്. നുഷൂസ് ഖുറാനിൽ പറയുന്നുണ്ട്. വൈൻ ഖിഫ്തു നുഷൂസഹുന്ന എന്ന് പറയുന്നൊരു പ്രയോഗം ഖുറാനിലുണ്ട്. അവരിൽ നിന്നിട്ട് നിങ്ങൾ നുഷൂസ് ഭയപ്പെട്ട. നമുക്ക് ആ ആയത്തൊന്ന് കാണാം. പറഞ്ഞു പോകുമ്പോ ആ ഭാഗം ഒന്ന് കാണൽ നല്ലതാണ്. ആയത്ത് ബാങ്ക് കൊടുക്കാറായ? വല്ലാത്തി തഖാഫൂന നുഷൂസഹുന്ന, നിങ്ങൾ അവരിൽ നിന്ന് നുഷൂസ് ഭയപ്പെടുക. അതായത് പെണ്ണുങ്ങളുമായിട്ടുണ്ടാകുന്ന പിണക്കത്തിന്റെ പേരാണ് നുഷൂസ് എന്ന് പറഞ്ഞാൽ. മിണ്ടൊക്കെ ചെയ്യും, വർത്താനം പറയാൻ മിണ്ടൊക്കെ ചെയ്യും, പക്ഷെ ഒരു പിണക്കം ഉണ്ടാവും. നാടൻ ഭാഷ പറഞ്ഞ സൗന്ദര്യ പിണക്കം എന്ന് പറയാം. അതുണ്ടായി. 1 മാസം ഇനി ഞാൻ നിങ്ങളായിട്ട് പിണങ്ങാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അൻസാരിയായ സഹാബിയുടെ വീടിന്റെ മുകളിൽ താമസം തുടങ്ങിയ റസൂലുള്ളാഹി. അങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, വരും, എല്ലാവരുമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും നടത്തും. പക്ഷെ താമസം ഉറക്കം എവിടെയാണ്? അപ്പൊ നമ്മളൊക്കെ നാട്ടില് പെണ്ണുങ്ങളായിട്ടൊക്കെ അടി ഉണ്ടാക്കിയ പള്ളിയിൽ പോയി കിടന്നുറങ്ങുന്ന സ്വഭാവമില്ലേ? അതിന്റെ ഒരു പാരമ്പര്യം അതാ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയത്. എന്തായാലും 1 മാസം ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്നുള്ളതാണ്. 29ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നു. കൊണ്ടുപോയ തുണി കുപ്പായൊക്കെ മടക്കിയെടുത്ത് 29ാമത്തെ ദിവസം വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് വന്നു കയറിയപ്പോ ആയിഷ ഉമ്മ ചോദിച്ചു, 1 മാസത്തേക്കല്ലേ പിണങ്ങി പോയിട്ടുള്ളൂ? ദിവസം 21, 29 ആയിട്ടുള്ളൂ. 1 മാസം ആകണമെങ്കിൽ നാളെ 30 ആകണം. ഇതായിരിക്കും അവസ്ഥ. പിണങ്ങിപ്പോയ നമ്മൾ ചെല്ലുമ്പോ പല പിണക്കങ്ങളും മാറാത്തതിന്റെ പ്രധാനമായ കാരണം ഭാര്യമാരുടെ അപക്വമായ ഇടപെടല. ഭാര്യ പോയിട്ട് മിണ്ടോ ഒന്ന് തടവൊക്കെ ചെയ്ത് ഈ പിണക്കൊക്കെ അങ്ങ് പോകും. ഇത് കയറി വന്ന ആളെ പ്രകോപിപ്പിക്കുക ചെയ്ത് അപ്പൊ പിന്നെ നമ്മളൊക്കെ ആണെങ്കിൽ 3 മാസത്തേക്ക് വീണ്ടും പിണങ്ങി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഈ മാസം 29 ഉള്ളൂ, നിലാവ് കണ്ടു, നാളെ പുതിയ മാസം തുടങ്ങാണ്. അത്രേ ഉള്ളൂ. അതാണ് ആ ലാഘവത്തോടു കൂടെ സിമ്പിൾ ആയിട്ട് ഇടപഴകാൻ പഠിക്കുക എന്നുള്ളത്. അല്ലാണ്ട് റസൂലിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എടുത്തു വെച്ച് കാണിച്ചു തരാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, 5 കാര്യങ്ങൾ ഒരു പെണ്ണ് ഭർത്താവിന് ചെയ്തു കൊടുക്കുക, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. അത്ര ചിന്തിച്ചാൽ മതി. ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം 5 കാര്യങ്ങൾ. ആ ഫ്രീ സർവീസ് നമ്മുടെ ഭാര്യയല്ല വേറൊരാളാ തരുന്നതെങ്കിൽ നമ്മൾ അവരോട് എത്രമാത്രം കടപ്പെട്ടിരിക്കും. ഈ 5 കാര്യങ്ങൾ ഒരെണ്ണം നമുക്ക് എന്താണ്, അവരുടെ ശാരീരിക ബന്ധമാണ്. ഈ 5 എന്തോ ആകട്ടെ, ഈ 5 കാര്യങ്ങൾ മറ്റൊരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നു എങ്കിൽ നമ്മൾ അവരോട് എത്രമാത്രം കടപ്പെട്ടിരിക്കും, അത് മനസ്സിലാക്കണം. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഭാര്യമാരറിയാതെ രഹസ്യമായിട്ട് പോയിട്ട് 2ാമത് വിവാഹം കഴിക്കുന്ന ഒരു പ്രവണത. ഞാൻ അതിന് പ്രോത്സാഹനം കൊടുക്കാറില്ല ഒരിക്കലും. അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കട്ടെ. അറിയാതെ രഹസ്യമായി ഒളിച്ചും പാത്തും പോയിട്ട് പെണ്ണിട്ടുക, എന്നിട്ട് അതിൽ കുട്ടികൾ ഉണ്ടാകുക, ഇവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ അനാഥമാകുക, ഇതിന്റെ അവകാശം ചോദിച്ചിട്ട് അവർ വന്നു കഴിഞ്ഞാൽ അവിടെ അടിയുണ്ടാക്കുക, കേസാകുക, ബഹളാകുക, കല്യാണം കഴിച്ചതിന് തെളിവും രേഖയൊന്നും ഉണ്ടാകൂല, ആകെ പ്രശ്നങ്ങൾ. അത് തെറ്റായൊരു പ്രവണതയാണ്. ഇത് ബഹുഭാര്യത്വം സ്വീകരിക്കുമ്പോൾ അതിന്റെ ആവശ്യകത എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് ഭാര്യയാണ്. അവളാണ് അറിയേണ്ടത് എന്റെ ഭർത്താവിന് വേറൊരു പെണ്ണിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ അറിയുന്നതും അവരല്ലേ. അപ്പോ ഇതൊക്കെ പോയിട്ട് രഹസ്യമായിട്ട് പോയിട്ട് വിവാഹം കഴിച്ചിങ്ങനെ ജീവിക്കുന്ന ഒരു പ്രവണത, അത്തരം പ്രവണതയിലൂടെ ഉണ്ടാകുന്നത്, അങ്ങനെ വിവാഹം കഴിച്ചു വരുന്ന ആളുകള് അവര് ഈ ഭാര്യനേക്കാൾ
ആ ഭാര്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ സംഭവം രഹസ്യമാണ്, ആരും അറിയില്ല. ആരെങ്കിലും അറിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, ഇവനേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് അവളായിരിക്കും. അപ്പൊ ഓളെന്ത് ചെയ്യില്ല, ഇത് ആരോടും പറയാൻ നിൽക്കൂല. ഇവന്റെ ഭാഗത്ത് എന്ത് കുറവുണ്ടെങ്കിലും ഓളങ്ങോട്ട് സഹിക്കും, എന്ത് കുറവുണ്ടെങ്കിലും സഹിക്കും. ഇവനാണെങ്കിൽ ഇത് പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടി പരമാവധി ഓളെന്ത് ചെയ്യും, ലൈഫ് ബോയ് സോപ്പ് മേടിച്ചിട്ട് എങ്ങനെ ഉഴിഞ്ഞോണ്ടേയിരിക്കും. അപ്പൊ ഇവൻ പുറത്തു പറയും, ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചു, അത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ലൈഫ്. എനിക്കറിയുന്ന ഒരുപാട് കേസുകളുണ്ട് കേട്ടോ, ഒരുപാട് കേസുകൾ ഈ വിഷയത്തിലുണ്ട്. അല്ല, ഭംഗിയായി പോകുന്നു. എന്താ ഭംഗിയായി പോകാൻ കാരണം? ഈ പറഞ്ഞ പോലെ റിഫ്ഖം ബിൽ ഖവാരീർ എന്ന ആ ഹദീസിന്റെ വാക്കിനെ ഇവൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. റിഫ്ഖം ബിൽ ഖവാരീർ എന്ന് പറഞ്ഞാൽ പളുങ്ക് പാത്രത്തോട് കാണിക്കുന്ന മൃദുവായ സമീപനം. പളുങ്ക് പാത്രത്തോടുള്ള മൃദുവായ സമീപനം എന്താ? ഉഴിഞ്ഞെന്നക്കുക. അങ്ങനെ നന്നാക്കി കഴിഞ്ഞാൽ ഏത് കുടുംബ ബന്ധവും ഭംഗിയായി പോകും. അത് ആ ഉഴിഞ്ഞെന്നാക്കൽ ഇവിടെ ആയാൽ അതിനേക്കാൾ ഭംഗി ഉണ്ടാവൂല. അത് മനസ്സിലാക്കുന്നില്ല ഇവര്. അപ്പോ എന്തായാലും ദാമ്പത്യ ജീവിതം, വൈവാഹിക ജീവിതം, അത് എന്താണ് എന്ന് കൃത്യമായി പഠിക്കാതെ പോയത് കൊണ്ടും പല ബന്ധങ്ങളും അറ്റുപോയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അടിസ്ഥാനപരമായിരിക്കുന്ന നിരവധി കാരണങ്ങൾ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധം പലയിടങ്ങളിലും ഒന്നും അല്ലാതെയായി തീർന്നത്. അപ്പൊ അതാണ് നമ്മൾ സംസാരിച്ചു വന്ന വിഷയത്തിലെ 5. അപ്പൊ ഉപജീവനം വിശാലമാകാൻ സബബ് നിശ്ചയിച്ചിരിക്കുന്ന 12 സബബുകളിലെ 5ാമത്തെ സബബാണ് കുടുംബ ബന്ധം മുറിയാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അത് ഉപജീവനം, അത് എത്രമാത്രം കുടുംബ ബന്ധം നമ്മൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നോ അത്രമാത്രം ഇത് വിശാലമാകും. നമ്മള് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും അതിങ്ങനെ വിശാലമായി ചർച്ചയ്ക്ക് ഇങ്ങനെ വഴിമാറി പോവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ പരിമിതപ്പെടാതെ പോകുന്നത്. 6ാമത്തേത് ഒന്നും കൂടെ വായിക്കണം, ആദ്യം മുതൽ ഓരോന്നെണ്ണി പറയണം, ഒന്നും കൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. 1ാമത്തേത് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, റിസ്ക് വിശാലമാകാൻ. 2ാമത്തേത് തഖ്വ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. 3ാമത്തേത് തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ. 4ാമത്തേത് ഇബാദത്തുകളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുക. 5ാമത്തേതാണ് കുടുംബ ബന്ധം സ്ഥാപിക്കുക. 6ാമത്തേത് മാതാപിതാക്കൾക്ക് പരമാവധി നന്മകൾ ചെയ്യുക. മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നമ്മളുടെ റിസ്ക് വിശാലമായിക്കൊണ്ടിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇമാം അഹ്മദ് മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കാണാം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി, ആരെങ്കിലും അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആയുസ്സിൽ വർധനവുണ്ടാകാന്ന് പറഞ്ഞാൽ 65 വയസ്സ് വരെ ജീവിക്കുന്നവൻ 70 വയസ്സ് വരെ ജീവിക്കും എന്നാണോ അർത്ഥം? അങ്ങനെയല്ല. 65 വയസ്സ് വരെ ജീവിക്കുന്ന ആള് 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നർത്ഥം. അല്ലാണ്ട് അല്ലാഹു തആല ആയസ് ഇത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ 4 കാര്യം റെക്കോർഡാക്കുന്ന പറഞ്ഞത്. എപ്പോ? ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ 4 കാര്യം രേഖപ്പെടുത്തും. അതിൽപ്പെട്ട ഒന്നാണ് എത്ര കാലം ഇവിടെ ജീവിക്കും എന്നുള്ളത്. അത് 65 കൊല്ലം ജീവിക്കുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് 70 കൊല്ലമാക്കണ പരിപാടി ഇല്ല, അതവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ 65 കൊല്ലത്തിന്റെ ഉള്ളിൽ അയാൾ 70 വയസ്സ് വരെ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില ആൾക്കാരില്ലേ, ഞാനിപ്പോ ഒരു ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞില്ലേ, മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമന്റെ ഒരു ചരിത്രം പറഞ്ഞില്ലേ, ഒരിക്കൽ പറഞ്ഞു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഒരു വിഷയം പറഞ്ഞ കൂട്ടത്തില് പറഞ്ഞില്ലേ കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമീങ്ങൾക്ക് കീഴൊതുങ്ങിയ ഒരു ചരിത്രം, ഒരു സംഭവമുണ്ട് മുഹമ്മദ് ഫാത്തിഹ് രണ്ടാമന്റെ കാലഘട്ടം. പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു വിഷയത്തിൽ അത് ഉൾപ്പെടുത്താം. അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴൊതുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് 23 വയസ്സ് പ്രായ. ഈ 23 വയസ്സ് പ്രായം കൊണ്ട് 700 കൊല്ലം മുസ്ലിം സൈന്യം നേടാത്തൊരു നേട്ടാണ് അദ്ദേഹം നേടിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമുണ്ട്, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ നടത്തുന്നുണ്ട് ആ പ്രവചനം.
കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിമീങ്ങൾക്ക് കീഴടങ്ങലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മറ്റേ നമുക്കത് വായിക്കാം. എന്താട്ടെ. അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കേണ്ട ആ കുറഞ്ഞ കാലം കൊണ്ട് അദ്ദേഹം നേടിയ നേട്ടങ്ങളും വിജയങ്ങളും പ്രവർത്തനങ്ങളും ഒരു 10 80 വർഷം കൊണ്ട് നേടേണ്ടതാണ്. അതേപോലെ തന്നെ ചില ആളുകൾ, ചില ഇമാമിങ്ങളുണ്ട്, വളരെ കുറഞ്ഞ കാലം ജീവിച്ച ഇമാമുമാർ. ആ ഇമാമുമാർ രചിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ എത്രയോ വർഷം ജീവിച്ചിരുന്നാൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങളാ, അവരൊക്കെ നിമിഷ നേരം കൊണ്ട് പൂർത്തിയാക്കണം. അതാണ് ജീവിതത്തിൽ ബറക്കത്തുണ്ടാകുക, വിശാലത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ അഹബ്ബ അൻ യുമദ്ദ ലഹു ഫീ ഉംരിഹി, ഒരാൾ അയാളുടെ ആയസ്സിൽ വർധന ഉണ്ടാകണം എന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ ഉപജീവനത്തിൽ വിശാലത ഉണ്ടാകണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളെപ്പോലെയുള്ള ആളുകൾ, എല്ലാവരെ പറ്റി എനിക്കറിയില്ല, ഒരു പക്ഷെ നമുക്കൊക്കെ കുറെ എളുപ്പത്തിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാകാം, തീരെ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. മാതാപിതാക്കളുടെ സംസാരവും പെരുമാറ്റവും രീതിയും കൊണ്ട് അവരുമായി അടുക്കാൻ പോലും കഴിയാത്ത ആളുകളുണ്ടാവും. കാരണം അടുക്കാൻ പറ്റില്ല, അത്തരത്തിലുള്ളതായ പെരുമാറ്റമായിരിക്കും അവരിൽ നിന്നുണ്ടാകാം. അപ്പൊ കുറെ ത്യാഗമുണ്ട്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നിടത്ത് കുറെ ത്യാഗമുണ്ട്. മക്കൾക്ക് കീഴൊതുങ്ങി അല്ലെങ്കിൽ മക്കളോടുള്ള വാത്സല്യം നിലനിർത്തി ജീവിക്കുന്ന ആ സ്നേഹവും കാരുണ്യവും കാണിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നാല് ഭാര്യ എന്ന് പറയുന്നത് കുറച്ച് മോഡേൺ ചിന്താഗതിയാണ്. അവിടെ കൂട്ടിക്കോ, ഈ പറയപ്പെട്ട പുരോഗമന ചിന്താഗതിക്കാരിയായ ഒരു ഭാര്യ, പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട ഒരു ഭാര്യ, ആ ഭാര്യ ഉള്ള വീട്ടില് നമ്മുടെ വാപ്പായോ ഉമ്മായോ സുഖമില്ലാണ്ട് കിടക്കുന്ന ബെഡിൽ തന്നെ മൂത്രം ഒഴിക്കുന്നുണ്ട്, കാഷ്ടിക്കുന്നുണ്ട്, ഛർദിക്കുന്നുണ്ട്, മെഡിസിൻ കൊടുക്കണം സമയാസമയങ്ങളിൽ. എന്തായിരിക്കും അവസ്ഥ? നമുക്കാണെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിൽ ജോലിയും തിരക്കുമായിരിക്കും. ഈ ഭാര്യയുടെ വായിൽ നിന്നുള്ളത് കേൾക്കണം. ഭാര്യനെ പറ്റിയുള്ള കുറ്റങ്ങൾ ഉമ്മ പറയുന്നതും ബാപ്പ പറഞ്ഞതും കേൾക്കണം. ഭാര്യനെ ഒഴിവാക്കാൻ പറ്റില്ല, ഇവരെ ഒഴിവാക്കാൻ പറ്റില്ല. അടുത്തൊരാളുടെ ഒരു ഇത് കേട്ട്, ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്, അയാളൊരു തമാശ രൂപ പറയണ്ടാവും, ഭാര്യയും ഉമ്മയും പരസ്പരം അടി ഉണ്ടാക്കണ്ടെങ്കിൽ എളുപ്പമാർഗം എന്താന്ന് വെച്ചാൽ മൂപ്പര് പറഞ്ഞു തന്നെയാണ്, ഇതിന്റെ വിഷയമല്ല, മൂപ്പര് തമാശ പറഞ്ഞതാ. എളുപ്പമാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ രണ്ടുപേരുടെയും അങ്ങോട്ട് പോയിട്ട് ചൂടാക്കുക, രണ്ടാളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക, നമ്മൾ പോയിട്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ഒതുക്കാൻ വേണ്ടി അവരങ്ങോട്ട് ഒന്നായിക്കോളും, നമ്മളെ സമാധാനപ്പെടുത്താൻ വേണ്ടി അവരൊന്നായിക്കോളും. ഞാനൊരു ന്യായം പറഞ്ഞല്ല. അപ്പൊ അങ്ങനത്തെ കുടുംബങ്ങളുണ്ട്. അവിടെയൊക്കെ ഉമ്മയെ അല്ലെങ്കിൽ വാപ്പയ്ക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്. ഞാൻ അതിന്റെ ചില വശങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുമാകട്ടെ, അപ്പൊ നമുക്ക് ഇത്തരം വിഷയങ്ങൾ നന്മ കിട്ടാൻ വേണ്ടി, റിസ്കിൽ വിശാലത ഉണ്ടാകാൻ വേണ്ടി ഈ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് അതിന്റെ 6ാമത്തെ സബബായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. 7ാമത്തേത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുക. അത് നമ്മുടെ റിസ്ക് വിശാലമാകാൻ കാരണമാകും. സമ്പത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞതാ, ചെലവഴിക്കുമ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും, അത് കുറയൂല. എവിടെയെങ്കിലും ദാനം ചെയ്തിട്ട് നശിച്ചു പോയൊരു വ്യക്തിനെ കാണാൻ പറ്റുമോ? ഇല്ല. ദാനം ചെയ്തിട്ട് നശിച്ചു പോയൊരു വ്യക്തിനെ കാണാൻ പറ്റില്ല. എനിക്കറിയുന്നൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേരൊന്നും പരാമർശിക്കണ്ട, ഒരു 3 ലക്ഷം രൂപ മന്ത്ലി ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. 3 ലക്ഷം രൂപയുടെ അടുത്ത് മന്ത്ലി ഒരു സ്ഥാപനം അദ്ദേഹമാണ് നോക്കി നടത്തുന്നത്. അധ്യാപകർക്കുള്ള ശമ്പളം, കുട്ടികൾക്കുള്ള ഭക്ഷണം, അവിടെയുള്ള ബാക്കി മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് ഈ വ്യക്തിയാ. എനിക്കറിയുന്ന ആളാണ്. അപ്പൊ ഈ 3 ലക്ഷം രൂപ ഒരു മാസം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് മാസം എത്ര വരുമാനം ഉണ്ടാകുമായിരിക്കും? നിങ്ങളുടെ കണക്കൂട്ടലിൽ ഒരു 6 ലക്ഷം ഉണ്ടാവുന്ന കൂട്ടിക്കും അല്ലേ? 6 ലക്ഷം മാസം വരുമാനം ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ 3 ലക്ഷം രൂപ ചെലവാക്കണത്. ഇല്ല, അദ്ദേഹത്തിന് വരുമാനം ഈ 3 ലക്ഷവും കുറച്ച് ബാക്കിയും കൂടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഒരു 3-3.25 ലക്ഷം രൂപയോ അദ്ദേഹത്തിന്
വരുമാനമുള്ളൂ. ഈ 3-3.25 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടുന്നിടത്തുനിന്നാണ് ഈ 3 ലക്ഷം രൂപ അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ചെലവാക്കുന്നത്. അദ്ദേഹത്തിന് ഒരു കാറില്ല, ഒരു മോട്ടോർ സൈക്കിൾ ഇല്ല. മാസത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ വാടകയാണിത്. ആ വാടക പിരിക്കും, ഒരു ബാഗിലാക്കും, ബസ്സിൽ കയറും, ഈ സ്ഥാപനത്തിൽ പോയി ഇറങ്ങും, ശമ്പളം കൊടുക്കും, ചെലവുകളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കും. ബാക്കി ഒരു 10,000, 30,000, 40,000 രൂപ ബാലൻസ് ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിലേക്ക് പോകും. ഇതുവരെ അദ്ദേഹത്തിന് എന്തില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും? അത്ഭുതമാണ്. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ അത്ഭുതമാണ് നമ്മുടെ മുമ്പിൽ. എന്തുമാകട്ടെ, അള്ളാഹു തആല പറയുകയാണ് വിശുദ്ധ ഖുർആൻ 34-ാം അധ്യായം. അള്ളാഹു പറയുന്നു, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദി വയഖ്ദിർ. പറയൂ നബിയെ, നിശ്ചയമായും എന്റെ രക്ഷിതാവ് അവൻ അവന്റെ അടിമകളുടെ റിസ്ക് പരിമിതപ്പെടുത്തുകയും വിശാലമാക്കുകയും ചെയ്യും. നമ്മുടെ റിസ്കിനെ പരിമിതപ്പെടുത്തുകയോ വിശാലമാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് യാതൊരു റോളും ഇല്ല. അതെല്ലാം അള്ളാഹുവാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് മന്ത്ലി എത്ര വരുമാനം വേണം എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചതാണ്. നിങ്ങൾക്കും എത്ര വരുമാനം വേണം എന്നുള്ളത് അള്ളാഹു തീരുമാനിച്ചതാണ്. ഒരു പക്ഷേ നിങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മാസം എടുക്കുന്ന വർക്കിന്റെ 1% പോലും വർക്ക് ഞാൻ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾപ്പെട്ട ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ എത്രയോ ഇരട്ടി എനിക്ക് കിട്ടും. അപ്പൊ റിസ്കിന്റെ റൂട്ട് നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ്, അതിന്റെ അളവ് നിശ്ചയിക്കുന്നവനും അള്ളാഹുവാണ്. വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു. നിങ്ങൾ ഏതൊരു നന്മ ചെലവാക്കിയാലും, ഏതൊരു വസ്തു ചെലവാക്കിയാലും അതിന് അള്ളാഹു തആല പകരം നൽകും. അവിടെ നമ്മളൊരു കാര്യം അണ്ടർലൈൻ ചെയ്യണം. നിങ്ങൾ എന്ത് ചെലവാക്കിയാലും അതിന് പകരം നൽകുന്ന പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചെലവാക്കണത് തിന്മയാണെങ്കിൽ അതിന്റെ പകരം എനിക്ക് കിട്ടുക. അതായത് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഇവിടുത്തെ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. കർമ്മ എന്ന് പറയുന്ന സംഭവം, അതായത് ഈ ഭൂമിയിൽ നമ്മൾ എന്താണോ വിതച്ചിട്ടിട്ടുള്ളത് അതിന്റെ എഫക്റ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അതാണ് കർമ്മ. അത് തന്നെയാണ് അള്ളാഹു തആല പറയുന്നത്. നിങ്ങൾ എന്ത് ചെലവാക്കിയാലും, എന്ത് നിങ്ങളിൽ നിന്നും ഔട്ട്പുട്ട് ഉണ്ടായാലും അതിന്റെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് തിന്മയാണെങ്കിൽ തിന്മയായിരിക്കും കിട്ടുക, നന്മയായിരിക്കുമെങ്കിൽ നന്മയായിരിക്കും കിട്ടുക. വഹുവ ഖൈറുർ റാസിഖീൻ. അവൻ നന്നായി റിസ്ക് കൊടുക്കുന്നവനാണ്. ഇനി അതിലേക്ക് ഒരുപാട് ആയത്തുകളുണ്ട്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് അല്ലാഹു തആല പറഞ്ഞതായിട്ട് പറയുന്നു. അതായത് ഖുദ്സിയായ ഹദീസാ. അൻഫിഖ് യബ്ന ആദം ഉൻഫിഖ് അലൈക. ആദമിന്റെ സന്തതികളെ, നീ നിന്നെ കൊണ്ടാകുന്നത് പോലെ ചെലവഴിക്കുക. അങ്ങനെ ചെലവഴിച്ചാൽ നിന്റെ മേൽ ഞാൻ ചെലവഴിക്കുന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഖുദ്സിയായ ഹദീസാ. അപ്പൊ നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു? ഇപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഈ ചോളമാണെന്ന് തോന്നുന്നു, എന്തോ എണ്ണിക്കൊടുക്കുകയാണ്. ഇങ്ങനെ എണ്ണ ഇടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നീ എണ്ണിക്കൊടുത്താൽ അള്ളാഹു നിനക്ക് എണ്ണിത്തരും, നീ വാരിക്കൊടുത്താൽ അള്ളാഹു നിനക്ക് വാരിത്തരും. അത് പോയിന്റാണത്. അപ്പൊ അതാണ് നമ്മൾ ചെലവഴിക്കുന്നിടത്തും നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു നമ്മുടെ റിസ്ക് അതിലൂടെ വിശാലമാക്കി തരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി ഒരു 4 കൂടെ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.